ഭയങ്കര ക്രേസി ആണ്. ഭയങ്കര ക്രേസി. ഈ ക്യാരക്ടർ ഭയങ്കര ഡാൻസ് കളിക്കുന്നുണ്ടോ? ഡാൻസ് ആണോ? போய் பேசும் நிறையெல்லாம் மை பூசி மாத்திக்கு ഇവിടെ കേട്ടിട്ടുണ്ടോ? നെക്സ്റ്റ് സോങ് ആണ് അത്. ഫീൽ ഗുഡ് പടാതെ അങ്ങനെ വരുമല്ലോ. ഈ ക്യാരക്ടർ ഭയങ്കര ക്രേസി ആണ്. ഐശ്വര്യ ഫുൾ എനർജറ്റിക്. வாராயோ தோழி வாராய தோழி வாவந்து லோட்டியடி. ഓ ഇതിൽ അവർ ഡാൻസ് കളിക്കുന്നുണ്ടോ? தோழி വയസാന തോഴി. അത് വിശ്വരി അവരല്ലേ കമ്പനിയുള്ള കുറച്ച് ഹെൽപ്പ് ചെയ്ത ഫസ്റ്റ് മുതൽ. പാട്ടല്ലേ പക്ഷെ സീൻ ബൈ സീൻ ഫീൽ ഗുഡ്. പാട്ടി സ്വീറ്റി നീ ഇന്നും ബ്യൂട്ടി ലൂട്ടിയടി. വാരായ തോഴി വാരായ തോഴി ആവത്തു ലൂട്ടിയടി. തോഴി വയസാന തോഴി വായ്വിട്ട് സീറ്റിയടി. ഈ ക്യാരക്ടർ ഭയങ്കര ഡാൻസ് കളിക്കുന്നുണ്ടോ? ഡാൻസ് ആണോ? ബോഡി ലാംഗ്വേജ് പ്രത്യേകിച്ച് ഡാൻസിന്റെ ഏരിയ എത്തുമ്പോ ആള് ഭയങ്കര ഇതല്ലേ, ഫ്ലെക്സിബിൾ അല്ലേ കണ്ടായിരുന്നു നേരത്തെ. போய் பேசும் நிறையெல்லாம் மை பூசி மாத்திக்கு. நம்பர் போட்டு தாரேன் கிளுகிளுமாக ஐ லவ் யூ நீ சொல்லிவிடு. வாராய தோழி வாராய தோழி வாழ்ந்து லூட்டியடி. ഒരു മിക്സിംഗ് തോഴി വയസാന തോഴി വായ്വിട്ട് സീറ്റിയടി. കാണാനത്
വിഷ്വൽ മാക്സിമം നന്നായി കാണിക്കുന്നു. ഫ്രെയിംസ് പോകുന്നുണ്ടോ, ക്യാമറ പോകുന്നുണ്ടോ? അവിടെ സിംഗിൾ കാണിച്ചോട്ടോ ഷോട്ട്. MTV ചാനലിലെ സൃഷ്ടിക്കവസം നീ പാട്. போட்டு சன் பார்த்து எடுப்பாட்டி மாவுக்கோலம் போட வாப்பாட்டி. நடு ரோட்டில் ஒரு கடையை போட்டு வடை சுட்டு விக்கணும் ஒரு வாட்டி. வாராய தோழி வாராய தோழி வா வந்து லூட்டியடி. பாதி தோழி வயசான தோழி வாய் விட்டு சீட்டியடி. എല്ലാരും അടിപൊളിയാട്ടോ. മറ്റേ ക്യാരക്ടർ ഐ ഫീൽ ഇതൊരു കണ്ടിന്യൂസ് വാച്ചിനുള്ള കാണേണ്ട ഒരു മൂവിയാന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ കണ്ടോണ്ടിരിക്കാനൊരു തോന്നുന്നു. വിത്ത് ഓൾ എന്താ പറയാ ഒരു ഇൻട്രൊഡക്ഷനോ സംഭവങ്ങൾ ഇല്ലാണ്ട് ചില സീൻ നമുക്ക് ഇട്ടേ പറ്റുള്ളൂ. കണ്ടിന്യൂസ് അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതാണ്. അപ്പൊ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോവാണ് അല്ലെ. എന്നാ എവിടെയാണ് എന്തെങ്കിലും ഒരു സംഭവം വരാൻ പോകുന്നത് ഞാൻ ആലോചിക്കുന്നു. there has to be something ഇല്ലേ. കാരണം അതിങ്ങനെ ഒഴുക്കില് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും വരുന്നത്. ആൻഡ് മോർ ഓവർ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഇതില് ഐശ്വര്യ റായെ നമ്മൾ ഒരിക്കലും ഒരു ക്ലോസപ്പിൽ കാണിക്കുന്നില്ല. അതെന്താ അത് അറിയില്ല എന്തുകൊണ്ടാന്ന്. പുള്ളിക്കാരത്തിന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ അതോ ഫസ്റ്റ് പടം അധികം ക്ലോസപ്പ് സംഭവങ്ങൾ ഇല്ല, ലോങ് ആണ് കൂടുതൽ. ഇമ്പോർട്ടൻസ് വരുമ്പോൾ ക്ലോസ് ആവുന്നുള്ള അറിയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇമ്പോർട്ടൻസ് കൂടുതൽ കാണിക്കുന്നത്, അതായത് ഐശ്വര്യ റായിലേക്ക് നമ്മൾ അത് ഐശ്വര്യ റായ ആണോ എന്ന് നമുക്ക് തോന്നുന്നു. ഐശ്വര്യനെ ഇപ്പൊ കൂടുതലും ഹീറോയിൻ ആക്കിയില്ല, ഇപ്പോഴും ആയിട്ടില്ല. കാരണം ക്യാരക്ടർ ഇപ്പോഴും ആ അമ്മൂമ്മേന്റെ അടുത്തും അല്ലെങ്കിൽ നമ്മുടെ പാട്ടിയും അതുപോലെ തന്നെ ഇപ്പുറത്തെ നാസർ അച്ഛൻ, പിന്നെ അതുപോലെ 2 മക്കള്, പിന്നെ നമ്മളെ സെന്തിൽ ക്യാരക്ടർ, സെന്തിലിനാ തോന്നട്ടെ അവര്, പിന്നെ ഇവൻ മറ്റേ ക്യാരക്ടറെ നമുക്ക് ഇഷ്ടപ്പെടും. അവരൊക്കെയാണ് ശരിക്കും ഇതിനകത്ത് സ്കോർ ചെയ്യുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് സംഭവമൊക്കെയാണ് അറിയേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സോങ്ങിൽ ഞാൻ കണ്ടിട്ടുണ്ട് വേറൊരു ക്യാരക്ടർ, ഞാൻ പറയുന്നത് അറിയാൻ പറ്റുമോ ഞാൻ പറയുന്നത്, അത് ഞാൻ സോങ്ങിൽ കണ്ടിട്ട്. അപ്പൊ അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് കൺഫ്യൂഷൻ സംഭവം വരുന്നതെന്ന് നമുക്ക് അറിയേണ്ടത്. അത് എനിക്ക് എന്തായാലും ഫ്രഷ് ഫീലിംഗ് ആണ്. കംപ്ലീറ്റ്ലി വേറെ സോങ് ഞാൻ എല്ലാ സോങ് കണ്ടിട്ടില്ല. ഇല്ല കുറെ സോങ് ഞാൻ കണ്ടിട്ടില്ല. ഈ പാട്ടോടെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എല്ലാം കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അടുത്താണ്, നീ എപ്പോഴും വെച്ച സമയത്ത് വായടുത്തു ഈ സോങ് കേട്ടതന്നെ ഞാൻ ഇപ്പൊ അടുത്താണ്. അല്ലാണ്ട് ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഞാൻ കേട്ടിട്ടില്ല സംഭവം. അപ്പൊ എന്തായാലും സംഭവം, അതായത് നമ്മൾ പറയില്ലേ സീൻ സോങ് ആ ഒരു രീതിയിൽ നല്ല ആ ഒരു ഫീൽ ഗുഡ് ജോണറിൽ തന്നെ പോകുന്നുണ്ട്. നല്ല എൻഗേജിംഗ് ആണ്. മോറോവർ ലൈക്ക് പ്രശാന്ത് എന്ന് പറയുന്ന ആക്ടർ, ഇദ്ദേഹം ഇത്ര 1998 ഈ ഒരു മൂവി ഇറങ്ങിയത്. അപ്പൊ വൈ കുഡന്റ് ആ ഒരു സ്റ്റാർഡം, കാരണം സ്റ്റാർഡം ഉണ്ടോ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾക്ക് അറിയുന്ന കുറച്ച് ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഒരു ലിസ്റ്റിൽ ഈ ഒരു പേര് ഇല്ലായിരുന്നു. ആൻഡ് വൈ ദിസ് ഗ്യാപ്പ് അല്ലേ? അതിന്റെ കാരണം എന്താണ്? ഇനിയിപ്പോ എനിക്കൊന്ന് വരുന്ന സീനിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇനി ഈ ഒരു ക്യാരക്ടറിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇനി വേറെ എന്തെങ്കിലും വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. പക്ഷെ ഇപ്പൊ അവരെ കാണുന്ന സമയത്ത് നമുക്ക് ആ പ്രശാന്ത് ക്യാരക്ടറും എല്ലാ സംഭവം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കണ്ടിടത്തോളം വിഷ്വലി റിച്ച് ആണ്, അല്ലെങ്കിൽ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ഗംഭീരായിട്ട്, അത് ശങ്കർ സർ ഗംഭീരായിട്ട് എക്സ്പീരിമെന്റ്സ് സിംഗിൾ ഷോട്ട് ആ സംഭവങ്ങളൊക്കെ. അതുകൂടാതെ തന്നെ ഓരോ ഫ്രെയിംസ് കാണിക്കുമ്പോൾ അതിൽ മാക്സിമം റിച്ച്നെസ് കൊണ്ടുവരാൻ നോക്കുന്നതും മാക്സിമം പാകപ്പിഴകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ. അടുത്ത സീനിലേക്ക് നമുക്ക്